ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇത് നല്ലൊരു വിറ്റാമിൻ സി സിറാണ്. കരിമംഗല്യം മാറാൻ, മുഖത്തുണ്ടാവുന്ന പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ അത് പൂർണ്ണമായും മാറ്റാനും, മുഖത്തെ പാടുകളും കുത്തികളും പുള്ളുണ്ടെച്ചാൽ അതൊക്കെ മാറി മുഖത്തിന് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാൻ, നല്ലപോലെ വെളുക്കാൻ സഹായിക്കണം. നല്ലൊരു വിറ്റാമിൻ സി സിറം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കരിമംഗല്യം മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് ഡെയിലി ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ പിഗ്മെന്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കാറില്ലേ എന്ത് ചെയ്യണം എന്ന്, അവർക്കൊക്കെ പറ്റിയ നല്ലൊരു സിറാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി പറഞ്ഞു ഒരു 1-2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. മുഖത്തിന് നല്ല മാറ്റം കൊണ്ടുവരാൻ എന്നെ ഇത് സഹായിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എന്താ പറയുക, ഒരു 2 വർഷം എന്തായാലും ഒന്ന് കൂടുതലല്ലാതെ കുറയില്ല, അത്രയും കാലം കൊണ്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരണതാണ്. എന്തെന്നാ പറയുക, നമ്മുടെ മുഖത്തിന് ഒരു മാജിക്ക് പോലെ നമ്മളെ ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് നല്ലപോലെ സഹായിക്കണതാണ്. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ തേക്കുമ്പോഴേക്കൊന്നും പോകുന്നു ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കണതിലൂടെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ലൈറ്റാക്കി കൊണ്ടുവരാൻ ഇത് സഹായിക്കും. മെല്ലെ ലൈറ്റാക്കി കൊണ്ടുവന്നിട്ട് പൂർണ്ണമായും മാറും. നമുക്ക് പെട്ടെന്നാണ് ഇത് മുഖത്തിനൊരു ഗ്ലോ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ മൊത്തം നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും വെളുക്കാനും സഹായിക്കും. കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കും. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൽ. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 5-6 ഐറ്റംസ് വേണം ഇതിലേക്ക് നമുക്ക് ഈ ഒരു സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് വേണ്ടി വരും. എന്നാലും നമുക്കത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടണതായതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ടൈമിങ് എനിക്ക് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് എപ്പോഴാണോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്താണ് ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നത്. അത് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ എടുത്ത് വെക്കണ ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം, നമ്മുടെ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റാണ്. ഇത് 500 mg ആണ്. ഇത് നമ്മൾ ദിവസവും നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ലാത്തതാണ്. ഇത് നമ്മൾ മിഠായിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഉറിഞ്ചി കഴിക്കേണ്ടതാണ്, വെള്ളം കുടിച്ച് കഴിക്കേണ്ടതല്ല. അതുപോലെ തന്നെ ഇത് ഞാൻ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ഒത്തിരി പേര് കഴിച്ചിട്ടുള്ളതാണ്. ഞാനും കഴിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഞാനത് വിടാതെ നോക്കുന്നുണ്ട്. പരമാവധി ഞാൻ വിടാതെ നോക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ മറന്നു പോവുക, അലച്ചം എന്താ നമുക്ക് വാങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ വാങ്ങാതെ ഇരിക്കുകയാണെങ്കിലും ഇത് ഞാൻ വിടാറില്ല. ഈ സാധനം ഞാൻ കഴിക്കുക മാത്രമല്ല, കഴിക്കണതിൻ്റെ ഒപ്പം തന്നെ വിറ്റാമിൻ സി സിറം ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ സി പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും മുഖത്തുള്ള പാടുകൾ മാറാനും അതുപോലെ തന്നെ മുഖം നല്ലപോലെ തിളക്കത്തോടു കൂടി ഇരിക്കുക, നല്ലപോലെ വെളുക്കാനും സഹായിക്കണം. നല്ലൊരു സാധനമാണ് കേട്ടോ ഈ വിറ്റാമിൻ സിയുടെ ഈ ഒരു ടാബ്ലറ്റ്. ഇത് ഇതിന് മുമ്പ് ഞാൻ വേറൊരു ടൈപ്പിൽ വിറ്റാമിൻ സി സിറം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായി, മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു, മുഖം നല്ലപോലെ വെളുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടൊരു സാധനമാണ് ആ വിറ്റാമിൻ സി സിറം. ഇപ്പോഴും ഞാൻ സിറം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും നമ്മുടെ എന്താ പറയുക മുഖത്തെ പാടുകൾ മാറാനും മുഖം നല്ലപോലെ വെളുക്കാനും സഹായിക്കുന്ന സിറം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അന്നത്തെ പോലെയല്ല, ഇന്ന് വേറൊരു ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. മുഖത്തിന് നല്ലൊരു വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. നമ്മൾ വെയിൽ കൊണ്ട ഈ കരുവാളിപ്പൊക്കെ ഉണ്ടെച്ചാൽ പെട്ടെന്ന് മാറ്റി തരും. നിങ്ങൾക്ക് സിറം പോലെ പറ്റില്ല എന്നുണ്ടെച്ചാൽ അത് നിങ്ങൾക്ക് പാക്ക് പോലെയാണ് വെച്ചാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് എങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് പറഞ്ഞാൽ ഈ കളറാണ്. അപ്പോൾ അന്ന് ഞാൻ സിറം ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ള കളറാണ്, കുഴപ്പമുണ്ടോയെന്ന്. വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റാണ്, 500 mg ആണ് എന്നുണ്ടെച്ചാൽ നമുക്ക് എന്താ കുഴപ്പം, കളറിലൊന്നും അല്ലല്ലോ കാര്യം, ഗുണത്തിലല്ലേ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ വേണം പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ കിട്ടണമെന്ന് വെച്ചാൽ അത് വാങ്ങി ഉപയോഗിക്കുക. വിറ്റാമിൻ സി ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കുക. ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ആദ്യം 2 ടാബ്ലറ്റാണ് പൊടിച്ചെടുക്കണത് കേട്ടോ. ഇപ്പോൾ ഇത് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ, നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ജ്യൂസ് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. അരിപ്പ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ചണ്ടി വീഴില്ല. ജ്യൂസല്ല ആവശ്യം. ഇതിൽ സ്റ്റാർച്ച് വരും നമുക്ക് അടിയിൽ. ആ അടിഞ്ഞു കൂടുന്ന സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നല്ല സ്റ്റാർച്ച് നമുക്ക് നല്ലൊരു കിഴങ്ങ് നോക്കി തന്നെ എടുക്കണം.
നല്ലപോലെ ഗ്രേറ്റ് ചെയ്യണം. ഇങ്ങനെ കഷ്ണം കഷ്ണമായി കിടക്കട്ടെ, അരയണ പോലെ സൈസിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് നല്ല ജ്യൂസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ലപോലെ അതിൻ്റെ എന്താ പറയുക സ്റ്റാർച്ചും കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ അത് മുഴുവനും നല്ലപോലെ പിഴിഞ്ഞെടുത്തു. നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടി. ഇത് നമ്മളൊരു 10 മിനിറ്റ് അനക്കാതെ വെക്കുക. അപ്പോൾ നമുക്ക് തെളി മുകളിൽ വരും, സ്റ്റാർച്ച് അടിയിൽ വരും. അപ്പോൾ നമുക്കിതൊന്ന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതാ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് 2 പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് 10 മിനിറ്റ് ആയിൻ്റെ. അപ്പോൾ നമുക്കിത് മെല്ലെ പൊക്കിയെടുത്ത് ഇതിൻ്റെ തെളി നമുക്ക് ഒഴിച്ചു മാറ്റാം. തെളി ഇപ്പം ഞാൻ ഒഴിച്ചു മാറ്റി. സ്റ്റാർച്ച് കണ്ടു, നമുക്ക് ഇത്രയും സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. ഈ കട്ടിക്കാണ് സ്റ്റാർച്ച് വന്നിരിക്കുന്നത്. നല്ലോണം എന്താ പറയുക സ്റ്റാർച്ചുള്ള സൈസിലുള്ള പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ഈ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ, പൊടിച്ചത്, അത് നമുക്കിതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നമ്മുടെ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമുക്ക് 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അഥവാ പൊടിയാത്ത നമ്മുടെ ടാബ്ലറ്റിൻ്റെ വല്ലതും ഉണ്ടെച്ചാൽ ഇതിൽ കിടന്നിട്ട് അലിഞ്ഞോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. റോസ് വാട്ടറിൻ്റെ മണവും ടാബ്ലറ്റിൻ്റെ മണവും നല്ലപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ടതില്ല. നല്ല റോസ് വാട്ടറിൻ്റെ മണമാണ് കൂടുതൽ മുന്തി നിൽക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടാം. 2 എടുത്ത് ഒഴിക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് വിറ്റാമിൻ ഇ അല്ല, നമ്മുടെ എന്താ പറയുക ഒലിവ് ഓയിലാണ്. അത് നമുക്കൊരു 7-8 ഡ്രോപ്സ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ഒഴിച്ചു ഇതിലേക്ക്. ഇതിപ്പോൾ ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്ന് വെച്ചാൽ ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഞാൻ ഒഴിച്ചത് രാത്രി നമ്മൾ തേച്ച് കിടക്കുകയാണെന്നെടുത്താൽ നമ്മുടെ മുഖം ഒന്ന് വേറൊരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ മതി നമുക്ക്. വിറ്റാമിൻ സി നമ്മുടെ സ്ഥിരമായിട്ടും നമുക്ക് ഇത് പിന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് കൂടിയായി. അപ്പോൾ ഇത് 2 ഗുണമാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഓയിൽ ചേർക്കുമ്പോൾ കിട്ടണത്. അല്ലച്ച പിന്നെ ഞാൻ ഇതിൽ ചേർക്കാറുള്ളത് 2 വിറ്റാമിൻ ഈ ക്യാപ്സൂളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൽ ഒലിവ് ഓയിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം അലോവേര ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേര ജെല്ലാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് അലോവേര ജെല്ല് ഇതിലേക്ക് 1 സ്പൂൺ നിറച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. അലോവേര ജെല്ല് ഇതുമായിട്ട് നല്ലപോലെ മിക്സ് ആവണം. ഞാനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതാ അലോവേര ജെല്ല് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ അടിച്ചടിച്ച് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഞാനിതാ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സിറത്തിൻ്റെ കുപ്പിയാണ്. പണ്ട് ഞാൻ സിറം വാങ്ങിയതായിരുന്നു. ആ സിറത്തിൻ്റെ കുപ്പിയിലാണ് ഞാൻ സൂക്ഷിച്ച് വെക്കാറ്. അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, പുറത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനും ഈ കുപ്പിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കണ്ടുല്ലോ ഇൻഗ്രീഡിയൻസ്. ഞാൻ പറഞ്ഞില്ലേ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത് വിറ്റാമിൻ സിയുടെ നമ്മുടെ ടാബ്ലറ്റ് തീർച്ചയായും നമുക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങണമല്ലോ. പിന്നെ അലോവേര ജെൽ എല്ലാവരും വീട്ടിലുണ്ട്, റോസ് വാട്ടർ എല്ലാവരും വീട്ടിലുണ്ടാവും, ഇപ്പൊക്കെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ പൊട്ടറ്റോ അതെല്ലാ വീട്ടിലുള്ളതാണ്. പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് നമുക്ക് എന്തെന്നാ പറയുക, നമ്മുടെ കണ്ണിടയിൽ ഡാർക്ക് സർക്കിൾ മാറാനും, നമ്മുടെ മുഖത്തെ പാടുകൾ, മുഖക്കുരു വന്ന പാടുകളുണ്ടെങ്കിൽ അത് മാറാനും, അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ നല്ലപോലെ സഹായിക്കണതാണ്. ഞാൻ പൊട്ടറ്റോ സിറം വെച്ചിട്ട് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് വെച്ചിട്ട് ഒരു സിറം ഉണ്ടാക്കണം. എൻ്റെ ഈശ്വര, ഞാൻ എത്ര കാലം അത് ഉപയോഗിച്ചത്, ഒരുപാട് പേര് ഉപയോഗിച്ച് ഒരുപാട് റിസൾട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഒരു മാജിക് സിറാന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ നമുക്ക് വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റും കൂടിയാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് പെട്ടെന്നാണ് നമുക്കിത് പിഗ്മെൻറ്റേഷൻ മാറാനും മുഖത്തിന് തിളക്കം കൊണ്ടുവരാനും സഹായിക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല ഇടിയും മഴയാണ്, ഉള്ളിൽ നല്ല ചൂടുമാണ്, വിയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. രാവിലെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാം, നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഉപയോഗിക്കാം. രാത്രി ഉപയോഗിച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിടക്കണതിൻ്റെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മുമ്പെങ്കിലും നിങ്ങളിത് ഉപയോഗിച്ച് മുഖത്ത് നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം
അങ്ങനെ വിടുക. അതിന് ശേഷം കഴുകി കളയൊന്നും വേണ്ട. അങ്ങനെ വിട്ടിട്ട് രാവിലെ അങ്ങനെ കിടന്നുറങ്ങിക്കോ. 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മളിത് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ നല്ലൊരു സിറാണിത്. ഇത് നല്ല മണം, നമ്മുടെ റോസ് വാട്ടറിൻ്റെ മണമാണ് വരിക. ഞാൻ മുഖം കഴുകിയിട്ട് തന്നെ വന്നതാണ്, പക്ഷെ വിയർക്കുണ്ട്. എന്താ നമ്മുടെ മുഖത്ത് ഇത് തേച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല. അത് അപ്പം തന്നെ നമ്മുടെ മുഖത്തുനിന്ന് മുഖം അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ മുഖത്തുനിന്ന് അങ്ങോട്ട് കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലും ഒക്കെ ഉള്ള കറുപ്പൊക്കെ മാറാൻ സഹായിക്കും. ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തിയതായിരുന്നു, എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നതാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി. എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് ഒരു മടി ഉണ്ടാവുമല്ലോ, ആ ഒരു മടി വന്ന കാരണം ഞാൻ നിർത്തിയതായിരുന്നു. ഇപ്പോൾ പിന്നെയും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ അത്. ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കണം. ഉപയോഗിക്കുന്ന സമയത്ത് എടുക്കുക, നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതങ്ങനെ വിടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സിറം നിങ്ങൾ എടുത്തു, ഇപ്പോൾ ഡ്രോപ്സായി മുഖത്തിട്ടു, അതിന് ശേഷം നിങ്ങൾക്കിത് അപ്പം തന്നെ കയ്യോടെ ഫ്രിഡ്ജിൽ വെക്കുക. കേട് വരണ്ട. കേട് വന്നു നിങ്ങൾക്ക് മണത്തിന് വ്യത്യാസം വരേണ്ടത് തോന്നിയാൽ പിന്നെ നിങ്ങളിത് ഉപയോഗിക്കരുത് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഞാനിതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കണ്ടോ എന്താ അടിപൊളിയായിട്ടാണ് നമ്മുടെ മുഖത്തിന് ആ ഒരു ഗ്ലോ കിട്ടണത്. നമ്മളിവിടെ തേച്ചപ്പോഴേക്കും ആ മുഖത്തിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടോ, നല്ല അടിപൊളിയാണെന്ന് ഞാൻ പറയണത് ഇതാണ്. നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. എൻ്റെ മുഖത്ത് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറാൻ ഇത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ ബൈ. തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്.